എറണാകുളം കോതമംഗലത്തെ യുവാവിന്റെ മരണത്തിൽ കൊലപാതക കുറ്റത്തിന് കേസെടുത്തു. അൻസിലിന്റെ മരണകാരണം വിഷം ഉള്ളിൽ ചെന്നെന്നാണ് പ്രാഥമിക നിഗമനം. കൊല്ലപ്പെട്ട അൻസിലും യുവതിയും തമ്മിൽ സാമ്പത്തിക ഇടപാടുകളും തർക്കങ്ങളും ഉണ്ടായിരുന്നുവെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. സംഭവത്തിൽ പെൺസുഹൃത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അതിനിടെ യുവതി വിഷം തന്നുവെന്ന് അൻസിൽ വെളിപ്പെടുത്തിയതായി ആംബുലൻസ് ഡ്രൈവർ അമൽ 24-നോട് പറഞ്ഞു. നമ്മളെ ഇവിടെ വിളിച്ചപ്പോൾ തന്നെ സ്റ്റേഷൻ പറഞ്ഞായിരുന്നു, ഒരാൾ വിഷം അടിച്ച് റോഡിൽ കിടപ്പുണ്ട്, അപ്പോൾ വേഗം വരാൻ പറഞ്ഞ് വിളിച്ചായിരുന്നു. ഞാൻ വിളിച്ചൊരു 15 മിനിറ്റിനുള്ളിൽ അവിടെ എത്തിയായിരുന്നു. ആള് ആ കയറി പോണ ഒരു വീടിൻ്റെ സൈഡിൽ റോഡിൽ കിടന്ന് ഇങ്ങനെ ഉരുളുമായിരുന്നു. അപ്പോൾ പുള്ളി അവിടെ കിടന്നിങ്ങനെ പറയുന്നുണ്ട്, എന്നെ ചതിച്ചാണ്, എന്നെ കൊണ്ട് ഇവിടെ കുടിപ്പിച്ചാന്നൊക്കെ പറയുന്നുണ്ട്. ഒരു സ്ത്രീ ആ മതിലിൻ്റെ മേളിൽ നിൽക്കുന്നുണ്ടായിരുന്നു, ആ മതിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അവർ ഭയങ്കര രോഷകുലമായിട്ടാണ് സംസാരിച്ചത്. നിങ്ങൾ വേണമെങ്കിൽ എടുത്തുകൊണ്ട് ഇവിടെ വന്ന് നിൽക്കണതാ, ഒത്തിരി നേരമായി, ഇവിടുന്ന് പോണില്ല, എനിക്കൊന്നും അറിയില്ല എന്ന് പറയുന്നത്. അന്നേരം പുള്ളി പറയുന്നുണ്ട്, അവളെ എന്നെ കണ്ട് വിഷം കുടിപ്പിച്ചതാണ്, എൻ്റെ ഫോൺ എടുത്ത് ആ പറമ്പിലേക്ക് എറിഞ്ഞ് കളഞ്ഞിട്ടുണ്ടെന്ന് എന്നോട് പറഞ്ഞായിരുന്നു. വിവരങ്ങളുമായി വീണ്ടും ചേരുന്നത് ലാൽകൃഷ്ണനാണ് തൊടുപുഴയിൽ നിന്ന്. ലാൽ, ഈ വിഷയത്തിൽ പലതരത്തിലുള്ള പ്രചാരണങ്ങളും ഇപ്പോൾ നടക്കുന്നുണ്ടല്ലോ. ഈ മരിച്ച അൻസിൽ തന്നെ മരണത്തിന് തൊട്ടു മുമ്പ് ഇതുപോലെ വിഷം കൊടുത്തുവെന്ന് വെളിപ്പെടുത്തി, അതുപോലെ തന്നെ ഈ യുവതിയും ആ രീതിയിൽ താൻ വിഷം കൊടുത്തുവെന്ന് പറഞ്ഞുവെന്ന രീതിയിലുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ടല്ലോ. എന്താണ് ഒരു പ്രാഥമിക നിഗമനം? വിഷം ചെന്നാണ് മരിച്ചതെന്ന കാര്യമാണല്ലോ ഇപ്പോൾ ഒരു പ്രാഥമികമായി വരുന്ന നിഗമനം. ഇതൊരു കൊലപാതകമാണെന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണമായിട്ടുണ്ടോ? പോലീസ് ഇതൊരു കൊലപാതകമാണ് എന്ന രീതിയിൽ തന്നെയാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്, ക്രിസ്റ്റീന. അപ്പൊ നമുക്ക് നിലവിൽ കിട്ടുന്ന, പോലീസിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് ഇവർ തമ്മിൽ കുറെ കാലങ്ങളായിട്ട് സാമ്പത്തിക ഇടപാടുകളും ഇവർ തമ്മിലുള്ള ബന്ധവും ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തർക്കങ്ങളും ഇവർക്കിടയിൽ പലപ്പോഴായിട്ടുണ്ടായിരുന്നതാണ്. ഈ തർക്കങ്ങൾ ഒരു ഘട്ടത്തിൽ മൂർച്ഛിച്ച സമയത്ത് അത് പരിഹരിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി, അല്ലെങ്കിൽ അത് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അൻസില കോതമംഗലം ചേലാടുള്ള ഈ യുവതിയുടെ വീട്ടിലേക്ക് പോകുന്നത്. 29-ാം തീയതി രാത്രിയോട് കൂടിയാണ് അൻസിൽ അവിടെ എത്തുന്നത്. തുടർന്ന് അവിടെ വാക്കുതർക്കവും ബഹളവും ഉണ്ടായതായിട്ട് അൻസിൽ തന്നെ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. ഈ തർക്കത്തിനൊടുവിൽ പോലീസ് സ്റ്റേഷനിലേക്ക് പുലർച്ചെ 3-3:30 കൂടി ഒരു കോൾ വരുന്നത്, അൻസിൽ വിഷം കഴിച്ചിട്ടുണ്ട്, ഉടനെ ആശുപത്രിയിൽ എത്തിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് അൻസിൽ തന്നെ വിളിച്ചതാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു ആംബുലൻസ് ഡ്രൈവറായിട്ട് അവിടെ ചെല്ലുന്നത്. ആ സമയത്താണ് വീടിന് പുറത്ത് ഉള്ള വഴിയിൽ, മണ്ണിട്ട വഴിയിൽ കിടന്ന് ഉരുളുകയും പരവേശപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്ന അൻസിലിനെ പോലീസും ആംബുലൻസ് ഡ്രൈവറും കാണുന്നത്. ആ സമയത്ത് ആ യുവതി വീടിന് മുറ്റത്ത് തന്നെയുണ്ട്. ആ വീടിന് മുറ്റത്ത് നിന്നുകൊണ്ട് ഞങ്ങൾ കുറെ നാളായിട്ട് ശല്യം ചെയ്യാണ്, നിങ്ങൾ പിടിച്ചുകൊണ്ട് പോകും എന്ന് പറയുന്ന സമയത്ത് അൻസിൽ പറയുന്നത്, എന്നെ ഇവൾ വിഷം തന്നു കൊല്ലാൻ ശ്രമിച്ചിരിക്കുകയാണ്, ഞാൻ വിഷം വിളിച്ചെന്ന അവസ്ഥയിലാണ്, എന്നെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കണം എന്നുള്ള കാര്യമാണ്. അതോടൊപ്പമാണ് എന്റെ ഫോൺ വലിച്ചെറിഞ്ഞിട്ടുണ്ട് എന്ന കാര്യം പറയുന്നത്. ഇതെല്ലാം പറയുന്ന സമയത്ത് ആ പെൺകുട്ടി പ്രത്യേകിച്ച് കൂസലൊന്നുമില്ലാതെ അവിടെ തന്നെ നിൽക്കുകയായിരുന്നു എന്നുള്ളത് പോലീസുകാരൻ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. തുടർന്ന് അൻസിലിനെ കോതമംഗലത്തെ ഗവൺമെന്റ് ആശുപത്രിയിലും അവിടെ നിന്ന് ആലുവയിലെ രാജഗിരി ആശുപത്രിയിലേക്കും കൊണ്ടുപോവുകയായിരുന്നു. ആലുവ രാജഗിരി ആശുപത്രിയിൽ വെച്ചിട്ടാണ് മരണം നടക്കുന്നത്. കോതമംഗലം ആശുപത്രിയിൽ വെച്ച് തന്നെ ഇയാളുടെ വയറ്റിലേക്ക് എത്തിയത് ഈ കളനാശിനിയായിട്ടുള്ള മാരകമായ വിഷമാണ് എന്ന കാര്യം പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷേ അത് എത്രത്തോളം കഴിച്ചു എന്ന കാര്യം അറിയുന്നുണ്ടായിരുന്നില്ല. ആംബുലൻസിൽ പോകുമ്പോൾ ഇയാളുടെ വായിൽ നിന്ന് നുരയും പതിയും വരുന്നതിനോടൊപ്പം ഇയാൾ വളരെ അക്രമാസക്തമായി പെരുമാറുന്നുണ്ടായിരുന്നു എന്നുള്ള കാര്യം ആംബുലൻസ് ഡ്രൈവറും ഓർത്തെടുക്കുന്നുണ്ട്. അത് നമ്മളോട് പറയുകയും ചെയ്തിട്ടുണ്ട്. തുടർന്ന് ഇന്ന് മരണം സംഭവിച്ചതിന് പിന്നാലെ ഇന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഉള്ളിലേക്ക് വലിയ അളവിൽ വിഷം ചെന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് മാനുവലി ഒരാൾ കുടിക്കാനുള്ള സാധ്യത ഇല്ല എന്നുള്ള കാര്യം പോലീസ് പറയുന്നുണ്ട്. മാത്രമല്ല പെൺകുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ട് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചതിൽ നിന്ന് ഇത്തരം ഒരു കൊലപാതകത്തിലേക്ക് പോകാനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല. പെൺകുട്ടിയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തി അറസ്റ്റും ഇന്ന് പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ ശേഷമായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക. ഏകദേശം 300 ml മുകളിൽ വിഷം ഉള്ളിൽ ചെന്നിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് ആദ്യഘട്ടത്തിൽ വിവരം കിട്ടുന്നത്. അത് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആന്തരിക അവയവങ്ങൾ നിലവിൽ വിശദമായ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. ഈ അവയവങ്ങളുടെ റിസൾട്ട് കിട്ടുന്നതനുസരിച്ചായിരിക്കും തുടർ നീക്കങ്ങളും തുടർ നടപടികളും ഉണ്ടാവുക. എന്തുതന്നെയാണെങ്കിലും കൊലപാതകമാണ്. ആദ്യഘട്ടത്തിൽ അസ്വാഭാവിക മരണവും കൊലപാതക ശ്രമവും എന്ന രീതിയിൽ പോയ കേസ് കൊലപാതകമാണ് എന്ന രീതിയിലാണ് കോതമംഗലം പോലീസിന്റെ അന്വേഷണം. കോതമംഗലത്തെ അൻസിലിന്റെ മരണത്തിൽ പെൺസുഹൃത്തിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ വ്യക്തത ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനിയും വരേണ്ടിയിരിക്കുന്നു. ലാൽകൃഷ്ണനാണ് തൊടുപുഴയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.